നമസ്കാരം. നമ്മുടെ RSS സുഹൃത്തുക്കൾ വലിയൊരു കാര്യം ചെയ്തു. വലിയ കാര്യം തന്നെയാണ്. വലിയൊരു പ്രഖ്യാപനം നടത്തി. അമ്പലത്തെ അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല, അവരുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ സമ്മതിക്കില്ല. ഇമ്മടി വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത്. തന്നെ എല്ലാവരും പറയുന്നത്. അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടാടണം തന്നെ പറയുന്നുള്ളൂ. വാരിയൻകുന്ന്, ഈ വാരിയൻകുന്ന് അഹമ്മദ് ഹാജിയും വാരിയൻകുന്ന് ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആരോ പറഞ്ഞു വാര്യൻകുന്നാണെന്ന് പറഞ്ഞത്. വാര്യൻകുന്നോ അഹമ്മദ് ഹാജി കുന്നോ എന്തോ ആവട്ടെ, ലോക പ്രശസ്ത. അതാണ് ரொம்ப ഭയങ്കരമായ തമാശ. ഇത് കേട്ടാൽ നമ്മളുടെ ആ ചാനലുകാരൻ ഇത് കേട്ടിട്ട് എങ്ങനെ ചിരിക്കുകയാണ് എന്ന് ചിരിച്ചു കളയും. അങ്ങനെ ഒരു ചിരിയുണ്ട്. പറയുന്ന കാര്യം നിർത്തിയതിന് ശേഷം എന്ന് പറഞ്ഞൊരു ചിരി. അപ്പം ആ ചിരിയാണ് ഇവിടെ ചിരിക്കേണ്ടത്. ഒരു ചെറിയ ചിരി ചിരിച്ചിട്ട് കാര്യമില്ല. വേൾഡ് ഫേമസ് ആണത്രേ വാരിയൻകുന്നൻ അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വാരിയൻകുന്ന് അഹമ്മദ് ഹാജി ലോക പ്രശസ്തനാണ്. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ലോക പ്രശസ്തനാണ്. പക്ഷേ വാരിയൻകുന്നത്ത് ക്ഷേത്രം, ഞാനങ്ങനെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടില്ല. അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നു. അത് അമ്പലത്തിലല്ല കേട്ടോ. അവിടേക്ക് കുറേ ചവിട്ടുപടികൾ കയറി പോകണം. ആ ചവിട്ടുപടികളിൽ വെച്ച് 2 ഡയലോഗ് മാത്രം, പിന്നെ ചവിട്ടുപടിയുള്ള ആ ഭാഗവും അമ്പലത്തിൻ്റെ മേഘഭാഗം അത്രയും അവർ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കാണുന്നു. ആൺകുട്ടി ചോദിക്കുന്നു, എവിടെ പോകുന്നു? ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഞാൻ ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരാട്ടോ. 2 ഡയലോഗേ ഉള്ളൂ. പക്ഷേ ഈ 2 ഡയലോഗും അതിൻ്റെ കാര്യങ്ങളും നിൽക്കണമെങ്കിൽ ഒരു ദിവസം ഷൂട്ടിങ് വേണ്ടി വരും. അതാണ് സിനിമ. 2-3 ഡയലോഗേ ഉള്ളൂ. അമ്പലത്തിന് പുറത്താണ്. എന്നിട്ട് പോലും അവരെല്ലാവരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. പോലീസ് പെർമിഷനുണ്ട്, അവിടെയുള്ള കമ്മിറ്റിക്കാരുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് കറണ്ട് കണ്ടവൻ വേണമല്ലോ. ഇതെല്ലാം എടുത്തിട്ടാണ് അവിടുന്ന് ആരംഭിച്ചത്. അവർ വന്ന് ആരംഭിച്ചത്. പക്ഷെ അവിടെ വന്നപ്പോൾ സെൻസർ ബോർഡ് നേരിട്ട്, പണ്ടൊക്കെ സെൻസർ ബോർഡൊക്കെ ഡൽഹിയിലായിരുന്നു. ഇപ്പം സെൻസർ ബോർഡ് സ്പോട്ടിലാണ് വരികയെന്ന് തോന്നുന്നുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ് സെൻസർ ബോർഡല്ല, സംഘപരിവാർ സെൻസർ ബോർഡ്. അവർ വന്നിട്ട് പറഞ്ഞു, എന്താണ് സിനിമയുടെ പേര്? സിനിമയുടെ പേര് പറഞ്ഞു കൊടുത്തു. ആരാണ് സംവിധായകൻ? പേര് പറഞ്ഞു കൊടുത്തു. സിനിമയുടെ കഥ എന്താണ്? അതൊരു പ്രണയത്തിൻ്റെ കഥയാണ്. ഈ പ്രണയിക്കുന്നവർ ഏത് മതത്തിൽപ്പെട്ടതാണ്? ഹിന്ദു മതത്തിൽപ്പെട്ടതാണ്. ഹിന്ദു മതത്തിൽപ്പെട്ടത് ഒരു പെൺകുട്ടി. മറ്റതോ അതും ഒരു ആൺകുട്ടിയാണ്. അത് ആൺകുട്ടി തന്നെയാണല്ലോ പ്രണയിക്കുക. അല്ല, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലാണല്ലോ പ്രണയിക്കുക. ആൺകുട്ടിയും തമ്മിൽ പ്രണയിക്കുക. അങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും പ്രണയിക്കുന്നു. പെൺകുട്ടി ഏതാ മതം? ഹിന്ദു മതം. ആൺകുട്ടിയോ? ഒരു പ്രശ്നം ആരംഭിച്ചു. ലവ് ജിഹാദ്. അമ്പലത്തിനകത്ത് കയറി ലവ് ജിഹാദ്. അവർ വേറെ സ്ഥലത്ത് കൊണ്ട് കുത്താൻ ഉദ്ദേശിച്ചിരുന്ന പച്ച നിറത്തിലുള്ള കൊടിക്ക് പേരിട്ടു പാകിസ്ഥാൻ പതാക എന്ന്. പാകിസ്ഥാൻ പതാക ഇവിടെ നാട്ടാൻ പറ്റുമോ? പച്ച പതാക നാട്ടാൻ പറ്റും, പാകിസ്ഥാൻ പതാക ഇവിടെ നാട്ടാൻ പറ്റില്ല. ആ ഗവൺമെന്റ് സമ്മതിക്കില്ല. എവിടെ പച്ച പതാക, പാകിസ്ഥാൻ പതാക നാട്ടിക്കഴിഞ്ഞാൽ ഉടനെ പോലീസ് വിവരറിയും, ഉടനെ ഡൽഹിയിൽ വിവരറിയും, ഉടനെ തന്നെ അവരെ പിടിച്ചകത്താക്കും. അപ്പം അതിന് പേരിട്ടു പാകിസ്ഥാൻ പതാകയും കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ, ജിഹാദികൾ ലവ് ജിഹാദിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഥയുമായിട്ട് സിനിമ പിടിക്കാൻ വന്നു. ഞങ്ങളത് അങ്ങോട്ട് തടസ്സപ്പെടുത്തി. ആ നാട്ടുകാരല്ല കേട്ടോ. ഇതും കഴിഞ്ഞ് പുറത്തുനിന്ന് ഈ സംഘപരിവാറിൻ്റെ നേതാക്കന്മാർക്ക് വന്ന് സന്ദർശനം നടത്തി. നമ്മൾ പറയില്ലേ, ഫിലിപ്പ് രാജകുമാരൻ, ചാൾസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ ചേട്ടന്മാർ
അവർ സന്ദർശനം നടത്തി. അവർ പറഞ്ഞതാണ് ഹിന്ദു വികാരം വ്രണപ്പെടുത്തി, ഹിന്ദു സംസ്കാരത്തെ ചവിട്ടിമതിച്ചു, അമ്പലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയം പോലെയാണ്, അമ്പലത്തിൽ ആചാരങ്ങൾ ഉപചാരങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൻ്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഹിന്ദു സംസ്കാരം മുഴുവൻ നശിപ്പിച്ചു, പൈതൃകം നശിപ്പിച്ചു, പാരമ്പര്യം നശിപ്പിച്ചു, ഞങ്ങളത് താമസിക്കൂല. എന്തിനു പറഞ്ഞു? കുറച്ച് ചവിട്ടും കുത്തയും കിട്ടായിരുന്നു കൊച്ചുകുട്ടിക്ക് കിട്ടിയൊന്ന്. അവരെന്തൊക്കെയോ തല്ലി പൊളിച്ചു, അതിനെ പറഞ്ഞു വിട്ടു. അവർ വേറെ സ്ഥലത്ത് പോയി ഷൂട്ടിങ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഇതിനുള്ള ഒരുത്തം പറയുന്നത് അനുവാദം കൊടുത്തവരെ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് 100% കറക്റ്റാണ്. അത് കറക്റ്റ്. സിനിമ ഷൂട്ടിങ് അവിടുത്തെ പരിശുദ്ധി നശിപ്പിച്ചു, ചൈതന്യം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്നൊരു ഹിന്ദു വിരോധിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് ഹിന്ദുത്വവാദികളെന്ന് പറഞ്ഞ് പരത്തുന്നു, ആയിക്കോട്ടെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് എവിടുത്തെ സ്വാമിയാടാ. പിന്നെ സ്ഥിരം പരിപാടികൾ. ഇപ്പോൾ ഒരു സിനിമയിൽ, ജോജി എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ രഹസ്യമായിട്ട് തെറിയായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന മയിര് എന്ന് പറഞ്ഞ വാക്ക് 30 വട്ടമാണ് ഉപയോഗിക്കുന്നത്. അതൊരു ജനകീയ വാക്കായിട്ട് മാറിക്കഴിഞ്ഞു. എന്നെ വിളിക്കുന്ന ആ പേരിട്ടാ. പിന്നെ കൂട്ടത്തിൽ വേറെ സംബോധനകൾ, തായോളി, നായിൻ്റെ മോനെ, തന്തയ്ക്ക് പറക്കാത്തവനെ, പല തന്തയ്ക്ക് പറഞ്ഞവനെ എന്നൊക്കെ പറയും എന്നെ ഹിന്ദുക്കൾ. അത് അവർക്ക് അതേ പറയാനുള്ള, അവർക്ക് വേറെ നല്ല വാക്കുകളൊന്നും പറയാൻ അവർക്ക് അറിയാതായി പോയി കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ല. അങ്ങനെ അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവർക്ക് ശത്രുവാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെ അമ്പലത്തിനകത്ത് നടക്കുന്ന ആശാസ്യമല്ലാത്ത കാര്യത്തെ എടുത്തു കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരുള്ള ഏറ്റവും വലിയ തെറ്റ്. 14.5 വയസ്സുള്ള സമയത്ത് തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ കയറിയിട്ട്, ഈ തന്തപ്പിടി തന്നെയാണ് 14.5 വയസ്സുള്ള സമയത്ത് കുട്ടിയാണല്ലോ പറഞ്ഞത്, ചന്ദനം എല്ലാവർക്കും കയ്യിൽ കൊടുക്കടോ എന്ന് അവിടുത്തെ ഒരു നമ്പൂരി പണ്ടാരം അയാളോട് പറഞ്ഞത്. അതിനെന്നെ അവിടുന്ന് ഓടിച്ചു. എന്നെ എൻ്റെ കൂട്ടുകാർ ചന്ദ്രമോഹനുണ്ടായിരുന്നു, സതീശനുണ്ടായിരുന്നു, ശ്രീധരനുണ്ടായിരുന്നു, എല്ലാവരും അവിടുന്ന് ഓടിച്ചു. പിന്നെ ഞാൻ ഈ ഗുദാമരിക്ക് എവിടേക്കും പോയിട്ടൊന്നുമില്ല. എൻ്റെ ദൈവം എന്നിലുണ്ട്, എന്നോട് ഒപ്പമുണ്ട്. ഞാൻ പിന്നെ ഈ അമ്പലഗുദാമുകൾക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഹിന്ദു ധർമ്മത്തെ അപമാനിക്കുന്ന ഇവന്മാർ അമ്പലക്കളിയും വെച്ചുകൊണ്ട് ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാക്കി തീർത്ത് അതിനകത്ത് കൂട് കൂട്ടിക്കൊണ്ട് സ്വസമുദായത്തിൽപ്പെട്ട ആളുകളെ കാൽ വെട്ടി ചോര കുടിക്കുന്ന ഇവർക്കെതിരെ ഞാൻ എന്നും വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അനാത്മവിദ്യകൾ അഭിഹിതമാണ് തീർത്ഥസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നടത്തേണ്ടത് അനുഷ്ഠാന കലകളാണ്. കലകളാകാം, അനുഷ്ഠാന കലകളായിരിക്കണം. ആത്മവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപൂർണ സ്ഥാനം, പരമചൈതന്യത്തിൻ്റെ സ്ഥാനം, പരമശക്തൻ്റെ സ്ഥാനം, പരമകാരുണികൻ്റെ സ്ഥാനം, ആ സ്ഥാനത്തേക്കുള്ള പ്രയാണം. എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലിരിക്കുന്നു? ഞാനൊരു ജീവാത്മാവാണെങ്കിൽ ആ പരമാത്മാവ് ആരുടെ കൈകളിലിരിക്കുന്നു? അവനിലേക്കുള്ള പ്രയാണത്തിൻ്റെ വഴിയും മാർഗങ്ങളും തെര്യപ്പെടുത്തുന്ന കലകൾ. അതോ അത് തന്നെയാണ് അമ്പലത്തിനകത്ത് പൂജകൾ വരാ ചെയ്യുന്നത്, പഞ്ചോപചാര പൂജകൾ. പക്ഷെ അതിന് ഇരട്ടി ഫലം കിട്ടുന്ന ഇരട്ടി പൈസ ചെയ്യുന്നവരുണ്ട്. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപാദികളാലെ 5 കൂട്ടങ്ങളാലെ ഞാൻ ഈ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ല. അതെൻ്റെ ശരീരം മാത്രമാണ്. ഞാൻ ഈ ജീവാത്മാവ്, ഈ ഇതിനകത്ത് യഥാർത്ഥ ആത്മാവ് ആരുടെ കയ്യിലിരിക്കുന്നുവോ അവൻ്റേതാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക്, ഒരു ഹയർ ആറ്റിറ്റ്യൂഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങൾ പണിതു വെച്ചിട്ടുള്ളത്. അതിനനുബന്ധമായിട്ട് അമ്പലത്തിൻ്റെ സൃഷ്ടി പോലും അതുപോലെയാണ്. മാനവ ശരീരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങളായിട്ട്. ഗർഭഗൃഹം, ശിരപ്രോക്തം, മന്ത്രാളം, മുഖം ദത, സുഖാസനം, കളഞ്ജൈവ, ബാഹുശേവാർത്ഥ മണ്ഡപം, മഹാമണ്ഡപം, കുക്ഷിസ്നാൽ, പ്രാകാരം, ജംഗയോഹോ, ഗോപുരം, ദേവപാദം സ്യാൽ യദ്യേത് ലക്ഷണശുഭം. ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ്, ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ.
ശിരസ് മുതൽ പാദങ്ങൾ വരെ എന്തൊക്കെയാണ്, അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ പണിത് വെച്ചിട്ടുള്ളത്. അവിടെ അനാത്മവിദ്യകൾ നടത്തരുത്, ആത്മവിദ്യകൾ നടത്തണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നത് വരെ ഒരാൾ മോക്ഷമാർഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അതെങ്ങനെ പോകണം? മാർഗമല്ലാത്ത മാർഗം എന്ത്? മോക്ഷമാർഗം എന്ത്? വിഹിതമായതെന്ത്? അവിഹിതമായതെന്ത്? അനുഷ്ഠിക്കേണ്ടതെന്ത്? അനുഷ്ഠിക്കാൻ പാടില്ലാത്തതെന്ത്? ഇത് പറയുന്ന കലകൾക്കാണ് അനുഷ്ഠാന കലകൾ എന്ന് പറയുക. ആ അനുഷ്ഠാന കലകളാണ് ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്നത്. പാടകം, കൊർത്തിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, കൂടിയാട്ടം, കൂത്ത്, ഇതൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്നത്. കഥകളിയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അവസാന ദിവസം ശ്രീരാമ പട്ടാഭിഷേകമാണ്. പഴയ ആൾക്കാർക്ക് അറിയാം, തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ അന്ന് മൂപ്പന്മാരുടെ ഒരു സംഘമുണ്ട്, അവരാണ് നടത്തിയിരുന്നത്. അവർ നന്നായിട്ട് ഇളകിയാടും, വളരെ രസമാണ് അവരെ. അവസാനം ശ്രീരാമ പട്ടാഭിഷേകമാണ്. 6 മണിക്ക് കേളികൊട്ട് ഉയരും. 9-9:30 ആകുമ്പോൾ കഥകളി ആരംഭിക്കും. പിറ്റേ ദിവസം കാലത്ത് 4:30 മണി സമയം വരെ. ശ്രീരാമ പട്ടാഭിഷേകം സമയം 4:30 മണി 5 മണി ആയിട്ടുണ്ടാവും. അവിടെ ഇരുന്ന് കാണും. ചിലർ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ അവിടെ കെടുക്കും, പായയ്ക്കും കൊണ്ടാ പോകുക, പായയും തലയണയ്ക്കും കൊണ്ടുപോകും. ചിലർ കെടുക്കും, എണീറ്റിരിക്കും, എണീറ്റിരിക്കും, ഇങ്ങനെ കണ്ടു തീർക്കും. അതൊക്കെയാണ് ആത്മവിദ്യകൾ. അതൊക്കെയാണ് വാസ്തവത്തിൽ അനുഷ്ഠാന കലകൾ. അതൊക്കെയായിരുന്നു വാസ്തവത്തിൽ. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്ന കലാരൂപങ്ങൾ. ധർമ്മ അധർമ്മ വിചിന്തനം, ധർമാധർമ്മ വിചിന്തനത്തിൻ്റെ കലകൾ. അതിന് പകരം ഇപ്പം എന്തായി? ബാലയും കട്ടൻ കാപ്പിയായി. പെണ്ണുങ്ങളെ തീണ്ടാരി വസ്ത്രങ്ങളൊക്കെ എടുത്ത് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി, പാഞ്ചാലിയുടെ വേഷം കെട്ടി, ഭീമന്റെ വേഷം കെട്ടി, കുറെ കോലങ്ങൾ. ആരോ പറഞ്ഞ പോലെ നിൽക്ക വയ്യ പേരർജുനൻ, എണീറ്റ് നിൽക്കാൻ വയ്യ. 2 ഡയലോഗ് പറയുമ്പോഴേ അയാൾ ഇങ്ങനെ കരയ്ക്കും. ഇങ്ങനെ കുറെ എണ്ണം വരും. തൃപ്പുണിത്ര ഭാഗത്തൊക്കെ ആയിരുന്നു പണ്ട് വന്നിരുന്നത്. ഭീമനിക്കും കണ്ട കഷ്ടം തോന്നും. ചെറിയൊരു കവണ കൊണ്ട് കല്ലുകൊണ്ട് എറിഞ്ഞ് കഴിഞ്ഞാൽ ഭീമൻ അവിടെ വീഴും. ഒരിക്കലും ബാല്യയിൽ വന്ന ശ്രീകൃഷ്ണൻ, അയാൾ എപ്പോഴും ഇങ്ങനെ പോവുള്ളൂ, തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വരുള്ളൂ, ഇങ്ങനെ പോവുള്ളൂ. അയാൾ ഒരിക്കലും ഇങ്ങനെ നോക്കില്ല. കാരണം അറിയാം, ഒരു കണ്ണില്ല, കോങ്കണ്ണനായിട്ടുള്ള ശ്രീകൃഷ്ണൻ. ഇങ്ങനെയുള്ള ബാലയും കട്ടക്കാപ്പിയാണ് ഇപ്പോൾ പരിപാടികൾ. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള പുണ്യാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്, കരി പാടില്ല, കരി പാടില്ല. ആദ്യത്തെ കരി കഴിഞ്ഞ വെടിക്കെട്ട്, രണ്ടാമത്തെ കരി പറഞ്ഞ ആന. ഇപ്പം അത് മാത്രമേ ഉള്ളൂ. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടാണ് വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശിവരാത്രി മഹോത്സവത്തിന് 3 സിനിമ ചെറിയ പ്രൊജക്ടർ വെച്ചിട്ട്. ശരിയായിട്ടുള്ള ശിവരാത്രി എപ്രകാരമാണ് വേണ്ടത്? ശിവസങ്കല്പത്തെ 3 കണ്ട് ഉറക്കം മുളച്ച് ആ മന്ത്രവും ചൊല്ലി, ഒന്നും പറ്റിയില്ലേ പ്രണവം ചേർത്തുകൊണ്ട് പഞ്ചാക്ഷരി ഓം നമഃ ശിവായ കൂട്ടിച്ചേർക്കുമ്പോൾ ഓം നമ ശിവായ, അതാണ് ചെല്ലേണ്ടത്. അതോടൊപ്പം അപ്പുറത്ത് ഉമിയിട്ട് ഭസ്മം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തീർത്ഥസ്ഥാനങ്ങളിൽ ആ അനാത്മവിദ്യ മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്നായിട്ടുണ്ട്. ആത്മവിദ്യകളൊക്കെ എടുത്ത് കളയുകയും ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞതിനാണ് ഞാൻ ഹിന്ദുക്കൾക്ക് തായോളിയായത്. ഞാൻ ഹിന്ദുക്കൾക്ക് മറ്റേ നായിൻ്റെ മോനായത്. ഞാൻ ഹിന്ദുക്കൾക്ക് തന്തയ്ക്ക് പറക്കാത്തവനായത്, ശത്രുവായത്. നാടകം അരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, മിമിക്രി അരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, യൂഫോറിയ അരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, സിനിമാറ്റിക് ആട്ടം അരുതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അതിനിവിടുത്തെ ഹിന്ദുത്വവാദികൾ എന്താ ചോദിച്ചതെന്ന് അറിയാമോ? താൻ ആരുവാടാ, നീ ആരെടാ ഉപദേശിക്കാനെന്ന്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നാടകവും മറ്റുള്ള കലാരൂപങ്ങളൊക്കെ കലയിലൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നാടകയും അമ്പലത്തിൽ ഈ കളികൾ നിർത്തിക്കൂടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് രമേശ് എന്നാണ്. പണ്ട് എന്താണ് രമേശ് നീ പറയണത്? നമ്മൾക്ക് ഈ കലാകാരന്മാരല്ലേ, അമ്പലത്തിൽ കല വേണം. അമ്പലത്തിൽ നിന്നല്ലേ കലയുണ്ടായിട്ടുള്ള, അമ്പലത്തിൽ നിന്നുണ്ടായത് അനുഷ്ഠാന കലകളാണ്. അല്ലെ നാടകവും മിമിക്രി സിനിമയും ഒന്നല്ല അമ്പലത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പം ആള് പറഞ്ഞു, നാടകമില്ലേ ആളുകൾ വരുത്തില്ലടേ എന്ന്. ഞാനതിന് വളരെ വിശദമായിട്ട് പിറ്റേ ദിവസം ഊരകം ക്ഷേത്രത്തിൽ ഗീതാജ്ഞാനയജ്ഞം തുടങ്ങുകയാണ്. ഇദ്ദേഹം വന്നിരുന്നു അവിടെ, കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അതിൻ്റെ ആ രംഗം ആനുഷികമായിട്ട് പറയുന്ന പോലെ ഞാൻ മറുപടി കൊടുത്തു. നമ്മുടെ വീട്ടിനകത്തൊരു പൂന്തോട്ടമുണ്ട്. ആ
ആ പൂന്തോട്ടത്തിൽ വരും, വണ്ടികൾ വരും. എത്ര? 2-3 വണ്ടികൾ, 5-10 ചിത്രശലഭങ്ങൾ, പൂത്തുമ്പികൾ വരും, കൊച്ചു കൊച്ചു കുരുവികൾ വന്ന് ആ മറ്റേ ആ വായുവിൽ പറന്നു നിന്നുകൊണ്ട് അവർ ഇതിങ്ങനെ കൊത്തിയെടുക്കും. അപ്പോൾ ഒന്ന് കയറി അത് ഉടച്ചു കളയില്ല. അതാണ് പൂന്തോട്ടം. അവർക്ക് മധു നുകരാനാണ് വരുന്നത്, തേൻ നുകരാനാണ് വരുന്നത്. അപ്പോൾ എത്ര പേരുണ്ടാവും? എല്ലാം കൂടി ഒരു 10-25 പേര്, 30 പേരുണ്ടാവും. വീടിന് മുമ്പിലുള്ള പൂന്തോട്ടം. വീടിന് മുമ്പിൽ കക്കൂസക്കൂടിയുണ്ട്. പണ്ട് കക്കൂസക്കൂടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ക്ലോസറ്റും കാര്യങ്ങളൊന്നുമല്ല. ഒരു പാലിട്ടുണ്ടാവും, അതിലൂടെ ടോർച്ച് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ ഈ പുഴുക്കൾ കിടന്ന് കളകളകളകളകളകള എന്നിട്ട് മണിയിലേച്ചി അത് കോടിക്കണക്കിനുണ്ടായിരിക്കും. അവർ വരുന്ന മലം തിന്നാനാണ് വരുന്നത്. മക്ഷികം വ്രണമിച്ചന്തി. അങ്ങനെയുള്ള ഈച്ചകൾ വ്രണമാണ് ഇഷ്ടപ്പെടുന്നത്, മലമാണ് ഇഷ്ടപ്പെടുന്നത്. അമ്പലങ്ങളെ അവിടെയുള്ള ആധ്യാത്മിക കാര്യങ്ങൾ, പ്രമാണകാര്യങ്ങളായിട്ടുള്ള മധു നുകരാൻ, തേൻ നുകരാൻ വരുന്ന വണ്ടുകളായിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണോ ഒരുക്കി വെക്കേണ്ടത്? അതോ കക്കൂസിൻ്റെ പോലെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിലുള്ള കോപ്രായങ്ങളാണോ ഒരുക്കി വെക്കേണ്ടത്? അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു, സമ്മതിച്ചു എന്ന്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അമ്പലം പൂന്തോട്ടമാക്കണോ കക്കൂസക്കുഴിയാക്കണോ? അമ്പലത്തിൽ സിനിമ വൃത്തികേടാണ്, നാടകം വൃത്തികേടാണ്. സിനിമയും നാടകവും വൃത്തികേടല്ല, അമ്പലത്തിൽ നടത്തുന്ന വൃത്തികേടാണ്. മുടി തലയിലിടുന്ന വൃത്തികേടല്ല, മുടി ചോറിൽ വീണാലോ. സിനിമാ തിയേറ്ററിൽ സപ്താഹം നടത്തുന്നു, ആൾക്കാർ സിനിമാ തിയേറ്ററിൽ സ്ക്രീൻ കല്ലെടുത്തെറിഞ്ഞ് ഉടക്കില്ലേ? നടത്തേണ്ടത് കഴിഞ്ഞു, നടത്തേണ്ട സ്ഥലത്ത് നടത്താൻ പാടുള്ളൂ. നാടകം 3 എണ്ണം, എല്ലാ നാടകത്തിലും കാണാം 3 എണ്ണം സിനിമ നാടക നടികൾ. ഇവർക്ക് സീസണിൽ ഒന്നും തിണ്ടാരി വരാറില്ല അത്രേ. അമ്പലത്തിൽ ഇങ്ങനത്തെ പെണ്ണുകൾ കയറാൻ പാടില്ല. ഇപ്പോഴേ നാടക നടികൾ എന്തോ പാഡ് വെച്ച് കെട്ടിയിട്ട് അവർ കയറും. അതിൽ പൊക്കി നോക്കാൻ പോകുന്നുണ്ടോ? പാഡ് അഴിച്ചിട്ട് നാടക സ്റ്റേജിൻ്റെ അടിയിൽ തിരികെ വെച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഉയരത്തിലുള്ള സ്റ്റേജ് കെട്ടിയുണ്ടാക്കി. മൂത്രമൊഴിക്കാൻ എവിടേക്കാൻ പോകും? അമ്പലത്തിനകത്തായി പറയുന്നത് മൂത്രമൊഴിക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റും. സമയത്ത് നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നുഴഞ്ഞു കയറിയിട്ട് ആ സ്റ്റേജിൻ്റെ അടിയിൽ മൂത്രമൊഴിച്ചു വെച്ചു. മൂത്രമൊഴിച്ചുള്ളൂ, അതിൽ അപ്രകാരം ചെയ്തില്ല. ഭാഗ്യം. കേരളത്തിൽ തൃശ്ശൂരിൽ 1200-2000 വർഷം പഴക്കമുള്ളൊരു അതായത് ഉത്സവം, ക്ഷേത്രമല്ല, 1200-ാമത്തെ വർഷത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ നടത്തുന്നത്. ഇപ്പോൾ തൃശ്ശൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ആരംഭിച്ചതാണ്, 200 വർഷമായിട്ടുള്ളൂ. ഇത് 1200 വർഷം മുമ്പ് ആരംഭിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ നടക്കുന്നത്, ആളെ കൂട്ടാൻ വേണ്ടി നടത്തുന്നത് ഒരു നാടകമല്ല, നാടകോത്സവം. എങ്ങനെയുണ്ട്? നാടകോത്സവം നടത്തുന്നത്. അതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, തല്ല് കിട്ടാതെ വന്ന് ഏതോ എൻ്റെ കാരണവന്മാരുടെ പുണ്യം കൊണ്ട് തല്ല് കിട്ടിയില്ല എന്ന് മാത്രം. ആ അമ്പലത്തിൽ ഇപ്പോൾ നാടക മത്സരം നടത്തുന്നത്. ഇവിടേക്കൊക്കെ കയറാൻ ഈ സംഘപരിവാറുകാർക്ക് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് അവർക്കുണ്ടോ? അവിടേക്കും കയറിയിട്ട് തന്നെ അനുവാദം കൊടുക്കുന്ന തന്ത്രി പണിക്കാരൻ്റെയും പൂജാരി പണിക്കാരൻ്റെയും കമ്മിറ്റി കോടാരികളുടെയും അവരുടെ അവിടെ കുന്നം കയറ്റി പ്രദർശിപ്പിക്കാൻ അവർ തയ്യാറുണ്ടോ? അമ്പലത്തിൽ നാടകം നടക്കുന്ന സമയത്ത് അവിടെ കയറി നിർത്തണ നാടകം എന്ന് പറയാൻ സംഘപരിവാറുകൾക്ക് ധൈര്യമുണ്ടോ? അമ്പലത്തിനകത്ത് നിന്നുതുള്ളലും യൂഫോറിയയും സിനിമാറ്റിക് കാട്ടവും നടത്തുന്ന സമയത്ത് അവിടെ കയറി ചെന്ന് നിങ്ങൾ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തരുത്. ആർഷഭാരത സംസ്കാരം, ഉപനിഷത്ത് സംസ്കാരത്തെ നിങ്ങൾ തച്ചുടയ്ക്കരുതെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവർക്ക് അതിനുള്ള മനസ്സുണ്ടോ? അമ്പലങ്ങളിൽ നടത്തേണ്ട ഗീതയാണെന്ന് പറയാൻ ഇവർക്ക് മനസ്സുണ്ടോ? ഉപനിഷത്താണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? സപ്താഹം അത് നടത്തണോ നടത്താം, സപ്താഹം തീറ്റയായിട്ട് കാര്യമില്ല. അതിനൊന്നും ഇവർക്ക് പറ്റില്ല. ഒരു സിനിമ വന്നപ്പോൾ ഇവരെല്ലാവരും കുരുപൂട്ടി ഒഴുകി. സിനിമയാകുമ്പോൾ 10 ആൾ അറിയുമല്ലോ, ഞങ്ങൾ നിരോധിച്ചു, 10 ആൾ അറിയുമല്ലോ. പിന്നെ അമ്പലത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. അമ്പലത്തിന് തൊട്ടു മുമ്പിൽ ഒരു പ്രശ്നക്കാരുണ്ടാവും, അമ്പലം മുറ്റത്ത് തന്നെ ഉണ്ടായിരിക്കും. ഇവനാണ് പൂജാരിയും ജ്യോത്സ്യനും കൂടിയിട്ട് അപ്പന പരിപാടിയാണ്, അഡ്ജസ്റ്റ്മെന്റ്. പെൺകുട്ടികൾക്ക് മുഴുവൻ ചൊവ്വാദോഷമാണ്. ഭർത്താവിന് അപഹാരമാണ്, എപ്പോഴും ചത്തുപോകുമെന്ന് അറിയില്ല. മരണഭയം ഏത് സ്ത്രീകൾക്ക് അല്ലാതിരിക്കുക? അവസാനം താലിമാല വരെ പണയം വെച്ചാൽ വിറ്റിട്ട് പൈസ കൊണ്ടു കൊടുക്കേണ്ടി വരും. ആ അമ്പലത്തിൽ അത് ചെയ്തോളൂ, ഈ അമ്പലത്തിൽ ധാര ചെയ്തോളൂ, മറ്റേ അമ്പലത്തിൽ ആ കോപ്പ് ചെയ്തോളൂ, ഈ അമ്പലത്തിൽ ഈ കോപ്പ് ചെയ്തോളൂ, മൃത്യുഞ്ജയ മന്ത്രം ചെയ്തോളൂ എന്നൊക്കെയും പറഞ്ഞിട്ട്, എന്നിട്ട് ആ കിട്ടുന്ന പൈസ കമ്മീഷൻ അവർ
സിനിമാക്കാരുടെ ബോട്ടൊക്കെ എടുത്ത് കളഞ്ഞ പോലെ ഇവന്മാര് നാടകം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാടകം നടത്തൂല ഞങ്ങൾ എന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ? മിമിക്രി നടത്തൂല അമ്പലത്തിനകത്ത് പറയാൻ പറ്റുമോ? സനാതന പദ്ധതികളുടെ മേലെ ചെളി വാരിത്തേക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ? ശശികല ടീച്ചർക്ക് പറ്റുമോ? അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്ക് അത് പറ്റുമോ? ഇത്തരം എത്രയോ വലിയ രീതിയിലുള്ള അവഹേളനമാണ് ഈ ക്ഷേത്രങ്ങളുടെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന പൈസ മുഴുവൻ വെടിപൊട്ടിച്ച് തീർക്കുന്നു. അനാചാരങ്ങളുടെ കൂമ്പാരമാണ് അവിടെ. അനാചാരങ്ങൾ പലയിടത്തും പല രൂപത്തിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ നോക്കാൻ അവർക്ക് പറ്റില്ല. വലിയ രൂപത്തിലാണ് അനാചാരങ്ങളുടെ കേദാരമായി ഇരിക്കുകയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ. ആത്മവിദ്യ എന്ന് പറഞ്ഞ ഒന്നില്ല, അനാത്മവിദ്യകൾ വേണ്ടത്രയുണ്ട് താനും. ഇതെല്ലാം മറയിട്ടുകൊണ്ടാണ് ഇവർ പോയിട്ട് അമ്പലത്തിന്റെ മറ്റേ മേലോട്ട് കയറുള്ള ചവിട്ടുപടിയിൽ നിന്ന് ഷൂട്ടിംഗ് നടത്താൻ പോയ ആൾക്കാർ തല്ലി ഓടിച്ചത്. ഓക്കെ, തല്ലി ഓടിച്ച് സമ്മതിച്ചു, ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. നാടകം നടത്തുന്നതോ, തീണ്ടാരിയായിട്ടുള്ള പെണ്ണുങ്ങളെ വെച്ച് നാടകം നടത്തുന്നതോ, യൂഫോറിയ നടത്തുന്നതോ, വെടിക്കെട്ട് നടത്തി പൈസ മുഴുവൻ മുടിപ്പിക്കുന്നതോ, യൂഫോറിയ നടത്തുന്നതോ, നിന്നു തുള്ളൽ നടത്തുന്നതോ, സിനിമാറ്റി കാട്ടം നടത്തുന്നതോ, അതിനെക്കുറിച്ച് ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? ഇനിയുണ്ട് കാര്യങ്ങൾ വേറെ. അമ്പലത്തിൽ നിന്നാണ് ജാതി ഇന്നും ആ ജാതിയുടെ ആ പ്രഹേളിക ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്ന അമ്പലക്കാരാണ്. ചെണ്ട കൊട്ടാൻ ഈഴവന് പാടില്ല, നായർക്ക് പാടില്ല. നായർക്ക് പിന്നെ മാല കെട്ടാം പുറത്തിരുന്നിട്ട്. അല്ല, മാലയല്ല, ഇടിക്കലും ചതക്കലും അരി കാര്യങ്ങളൊക്കെ അത്രേ പാടുള്ളൂ. മാല കെട്ടാൻ പറ്റില്ല. അതിനൊക്കെ വേറെ വേറെ ആൾക്കാരാണ്. കലാകാരൻ അവിടെ കൊട്ടാൻ പാടില്ല. അതിന് ഇന്ന വർഗക്കാരനാവണമെന്ന് അവിടെ നിർബന്ധമാണ്. ഇങ്ങനെ ജാതിയെ ഇന്നും ആ ജാതിയുടേതായിട്ടുള്ള വൃത്തികെട്ട ഭൂമിയിൽ നിലനിർത്തിക്കൊണ്ടുവരുന്ന അമ്പലങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഈ സംഘപരിവാറുകാർക്ക് കഴിയുന്നുണ്ടോ? ഹിന്ദുവിൻ്റെ പേരിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ടെന്നാണല്ലോ വെപ്പ്. നിങ്ങൾ അതൊക്കെയും ചോദ്യം ചെയ്യും. അമ്പലം എന്ന ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്യും. അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. നമസ്കാരം.